കേരള NGO യൂണിയൻ നേതൃത്വത്തിൽ കോടതികൾക്ക് മുന്നിൽ പ്രകടനം നടത്തി. പൊതുസ്ഥലം മാറ്റം ഓൺലൈൻ മുഖാന്തരം നടപ്പിലാക്കുക, സ്പെഷ്യൽ റൂൾ നടപടികൾ പൂർത്തിയാക്കുക, സിവിൽ ക്രിമിനൽ കോടതികളുടെ സംയോജനം നടപ്പിലാക്കുക, വകുപ്പിലെ തസ്തികകൾ സംരക്ഷിക്കുക, ജോലിഭാരത്തിനനുസരിച്ച് തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള NGO യൂണിയൻ നേതൃത്വത്തിൽ കോടതികൾക്ക് മുന്നിൽ പ്രകടനം സംഘടിപ്പിച്ചത്. ആലപ്പുഴയിൽ നടന്ന പ്രതിഷേധ പരിപാടി കേരള NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി C. സിലീഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് TM ഷൈജ അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി KR ബിനു സ്വാഗതം പറഞ്ഞു. പ്രൊമോഷനുകൾ അനുവദിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ജീവനക്കാർക്ക് അർഹതപ്പെട്ട പ്രൊമോഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. അത് പലപ്പോഴും ജുഡീഷ്യൽ ഓഫീസർമാരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ നീതിന്യായ വകുപ്പിൻ്റെ കാര്യത്തിൽ ചില പ്രത്യേക സവിശേഷാധികാരമുണ്ട് എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ജീവനക്കാരുടെ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, പൊതുസ്ഥലമാറ്റത്തിൻ്റെ കാര്യത്തിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ലംഘനമുണ്ടായാൽ നീതിന്യായ വകുപ്പിനെയാണ് സമീപിക്കുക, ജുഡീഷ്യറിയാണ് സമീപിക്കുക. അത് ചോദ്യം ചെയ്യുന്ന ആളുകൾ പക്ഷേ ആ വകുപ്പിലെ ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള അവകാശം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതവർ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ജീവനക്കാരുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് നീതിന്യായ വകുപ്പ് ജീവനക്കാരുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോടതികൾക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. താമസമെന്ന ഇത്തരം വിഷയങ്ങളിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം വിഷയങ്ങളിലെല്ലാം ജീവനക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മുൻകാലങ്ങളിലും നമ്മുടെ അനുഭവമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ക്ലാസ് 4 വിഭാഗം ജീവനക്കാരുടെ പ്രൊമോഷൻ ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു നിലപാട് വന്നു. അങ്ങനെ 5% എന്നുള്ളത് 10%-ആയി വിവിധ വകുപ്പുകളിലെ ക്ലാസ് 4 ജീവനക്കാരുടെ പ്രൊമോഷൻ വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി, ഏകീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ സംഭവിച്ച പിശക് നീതിന്യായ വകുപ്പിൽ 40% ഉണ്ടായിരുന്ന പ്രൊമോഷനും 10%-ആയി ചുരുക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ 10%-ആയി ചുരുക്കപ്പെട്ട പ്രൊമോഷനെ നമ്മുടെ നിരന്തരമായ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കേരള NGO യൂണിയൻ നിരന്തരമായ പ്രക്ഷോഭം നടത്തി. അതിൻ്റെ ഭാഗമായി സർക്കാർ നിലപാട് സ്വീകരിച്ചുകൊണ്ട് 40% പ്രൊമോഷൻ പുനഃസ്ഥാപിക്കുന്ന സാഹചര്യമുണ്ടായി.